Do you like Siri? Yeah, I might have heard her name once. Just kidding. Siri's a legend. ഗൂഗിളിൻ്റെ ഓരോ കാര്യം. ഓക്കെ, വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം. ഈ വാച്ചിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ക്രൗൺ കാണാൻ പറ്റും അല്ലേ? സോ നോർമലി സ്മാർട്ട് വാച്ചുകളിൽ ക്രൗൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആവുന്ന ബട്ടനാണ്. ശരിയാണ്, പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓൺ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്രൗൺ ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വാച്ച് ഫേസുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി ഇതേ ക്രൗൺ തന്നെ ഞാൻ മെനുവിൽ പോയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സൂം ഔട്ട്, സൂം ഇൻ, സൂം ഔട്ട്, സൂം ഇൻ. ഇനി ഇതേ ക്രൗൺ തന്നെ ഞാൻ സെറ്റിങ്സിലൊക്കെ പോയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്ക്രോൾ ആവുന്നുണ്ട്. സോ Maxima എന്ന് പറയുന്ന വളരെ പേര് കേട്ട് വളരെ പഴമയുള്ള ഒരു വാച്ച് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും വന്നിരിക്കുന്ന ഈ ഒരു Maxima Max Pro Turbo എന്ന് പറഞ്ഞ വാച്ചിന്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഒരൊറ്റ ചോദ്യം നിങ്ങളോട്. ഒരു 3000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സ്മാർട്ട് വാച്ചുകളെല്ലാം വെച്ചിട്ട് ഏകദേശം എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്നത്? ഈ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി ഈ ഒരു വീഡിയോ അവസാനം വരെയും കാണുമ്പോഴേക്കും നിങ്ങൾ ചിന്തിച്ചതിൽ എത്ര ഫീച്ചേഴ്സാണ് ടിക്കായി ഈ ഒരു വാച്ചിൽ പോയത് എന്നുള്ളത് നോക്കിയിട്ട് ഫൈനലി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഇതൊരു വാല്യൂ ഫോർ മണി വാച്ച് ആണോ അല്ലയോ എന്ന്. വെൽ, നോർമലി നമ്മൾ സ്മാർട്ട് വാച്ചുകൾ കാണുമ്പോൾ പേരൊക്കെ ഇന്ത്യനൊക്കെ ആയിരിക്കുമെങ്കിലും ആ ഒരു വാച്ച് മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ വാച്ച് ടോട്ടലി മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. സോ ഏറ്റവും ആദ്യം കാണിച്ചെന്ന് ക്രൗൺ തിരിക്കുന്ന സമയത്ത് സൂം ഇൻ, സൂം ഔട്ട് ആവുന്നു, വാച്ച് ഫേസുകൾ മാറുന്നു, സ്ക്രോൾ ആവുന്നു. ഇതിനെ ഒരു ആക്റ്റീവ് ക്രൗൺ ടെക്നോളജി എന്നാണ് പറയുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല 3000 രൂപയ്ക്ക് താഴെയുള്ള ഒരു സ്മാർട്ട് വാച്ചിലും ഇത് ഉണ്ട് എന്ന്. ഇതിന്റെ ഫോം ഫാക്ടർ നോക്കുവാണെങ്കിൽ ഒരു ഫുള്ളി മെറ്റാലിക് ഫ്രെയിം അടങ്ങിയിട്ടുള്ള 1.69 ഇഞ്ചിന്റെ ഒരു HD ആയിട്ടുള്ള IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് ഏകദേശം 550 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. നമുക്ക് ബ്രൈറ്റ്നസ് സ്ലൈഡ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഔട്ട്ഡോറിലൊക്കെ വിസിബിലിറ്റി വളരെ നല്ലതാണ്. ആൻഡ് വിസിബിലിറ്റിയിൽ മാത്രമല്ല ഡിസ്പ്ലേ ക്രിസ്പ് ആണ്. അടുത്ത് നിന്ന് നോക്കിയാൽ പോലും നമുക്ക് പിക്സലേഷൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പ്ലസ് ടച്ച് റെസ്പോൺസും വളരെ നല്ലതാണ്. ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളും ഒന്നും തന്നെ അനുഭവപ്പെടുന്നുമില്ല. വെൽ, ഞാൻ ആദ്യം വാച്ചിനകത്ത് നിന്ന് ഗൂഗിൾ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് സിറിയെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. വാച്ചിനകത്ത് ഒരു AI അസിസ്റ്റന്റ് ഉണ്ട് എന്നും അത് മാത്രമല്ലാതെ ഇതിനകത്തൊരു മൈക്രോഫോൺ ഉണ്ട് ആൻഡ് ഒരു സ്പീക്കർ ഉണ്ട് എന്ന്. സോ ഒരു മൈക്രോഫോണും സ്പീക്കറും വാച്ചിനകത്തുണ്ട് എന്നുള്ളതുകൊണ്ട് ഇത് ബ്ലൂടൂത്ത് കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. യെസ്, നിങ്ങൾക്ക് വാച്ചിനകത്ത് നിന്ന് കോളുകൾ ചെയ്യാനായിട്ട് പറ്റും. നമ്പർ കുത്തി കോൾ ചെയ്യാൻ പറ്റും. കോൺടാക്റ്റുകൾ ഉണ്ടെങ്കിൽ കോൺടാക്റ്റുകൾ വാച്ചിനകത്ത് സേവ് ചെയ്ത് വെച്ച് വാച്ചിനകത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കോളുകൾ വരുമ്പോൾ വാച്ചിൽ നിന്നും അക്സെപ്റ്റ് ചെയ്യാനും, ഇനി കോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോൾ മ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാച്ചിനുള്ള ആ ഒരു ക്രൗൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാനായിട്ടും പറ്റും. സോ ഈ ഒരു വൺ ടാപ്പ് സൈലന്റ് ഫീച്ചർ കൂടാതെ നമ്മൾ വാച്ചിലുള്ള ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീൻ ഓൺ ആവുന്നു, വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവുന്നു. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ പൊക്കി കഴിഞ്ഞാലും സ്ക്രീൻ ഓൺ ആവുന്നുണ്ട്. ആൻഡ് ഇതിനകത്തുള്ള സെൻസേഴ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് ഇതിനകത്ത് ബ്ലഡ് ഓക്സിജൻ സെൻസറും ലഭിക്കുന്നുണ്ട്. ഇനി ഉറക്കം മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സ്ലീപ്പ് മോണിറ്ററിംഗ് ടെക്നോളജി ഉണ്ട്. ഇനി സ്പോർട്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഏകദേശം 10ൽ കൂടുതൽ സ്പോർട്സ് മോഡുകൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ലാതെ ഇത് IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റുമാണ്. ഇതിന്റെ ക്രൗൺ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ഫേസുകൾ മാറ്റാൻ പറ്റും എന്ന് മാത്രമല്ല ഇവരുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള മാക്സിമ സ്മാർട്ട് ഫിറ്റ് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ വാച്ചുമായിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 150ൽ പരം ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലസ് നിങ്ങളുടെ സ്വന്തം ഇമേജസ് വിടണമെങ്കിൽ അതും ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ ഒരു ആപ്ലിക്കേഷനകത്ത് നിങ്ങൾ എത്ര സ്റ്റെപ്പ് നടന്നു, എന്തോരം ഉറങ്ങി, എന്താണ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാനും പ്ലസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ ഏത് ആപ്ലിക്കേഷനാണോ അത് ഓൺ ആക്കിയും ഓഫ് ആക്കിയും ഇടാം. പ്ലസ് കോൾ നോട്ടിഫിക്കേഷൻ സെറ്റാക്കാം, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് വേണോ അത് സെറ്റാക്കാം, നിങ്ങൾക്ക് കോൺടാക്ട്സ് ആഡ് ചെയ്യണോ, ഇതൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു ആപ്ലിക്കേഷനിലൂടെ പറ്റും. ഈ വാച്ചിന്റെ പെട്ടിക്കകത്ത് വരുന്ന ഒരു മാഗ്നറ്റിക് ഡോക്ക് ചാർജർ ആണ്. സോ ജസ്റ്റ് വാച്ചിന്റെ പുറയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ആയി നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7-8 ദിവസം നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. പ്ലസ് ഇതിനകത്ത് പവർ സേവിംഗ് മോഡ് കൂടെ കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ ഓടണമെങ്കിൽ അത് ഓൺ ആക്കി ഇട്ടാൽ മാത്രം മതി. അത് മാത്രമല്ല നിങ്ങൾ ഹോം സ്ക്രീനിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം ഐക്കൺസ് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് മാത്രമല്ലാതെ കുറേ അധികം ഫീച്ചേഴ്സ് ലൈക്ക് ഫെദർ കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിലുള്ള ക്യാമറ നിങ്ങൾക്ക് വാച്ച് വഴി കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് പറ്റും. നിങ്ങൾ ഫോണിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ വാച്ചിലൂടെ പ്ലേ പോസ് ഒക്കെ ചെയ്യണം, നെക്സ്റ്റ് പ്രീവിയസ് ഒക്കെ ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. അത് മാത്രമല്ലാതെ ടൈമർ, അലാം, സ്റ്റോപ്പ് വാച്ച് എന്നിങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇനി ഈ വാച്ചിന്റെ ബോക്സിനകത്ത് നിങ്ങൾക്ക് വാച്ച്, ചാർജിംഗ് കേബിൾ, യൂസർ മാനുവൽ, മെയ്ഡ് ഇൻ ഇന്ത്യ കാർഡ് പ്ലസ് വാറന്റി രജിസ്ട്രേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല പല ആൾക്കാരും സ്മാർട്ട് വാച്ച് മേടിക്കുന്നതിന് മുന്നേ അവർ ചോദിക്കും, ബ്രോ ഇതിന്റെ സർവീസ് സെന്റർ കേരളത്തിലുണ്ടോ, കണ്ണൂരുണ്ടോ, കാസർഗോഡ് ഉണ്ടോ, എറണാകുളം ഉണ്ടോ, അടുത്ത് എവിടെയെങ്കിലും ലഭ്യമാണോ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ എങ്ങനെ നേരാക്കുമെന്ന്. സോ ഇതിന് മാക്സിമം പറയുന്നതെന്ന് വെച്ചാൽ ഇവർ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഇവർ ബ്ലൂ ഡാർട്ട് ഒക്കെ ആയിട്ട് കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ജസ്റ്റ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് വാച്ച് പിക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് റിപ്പയർ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വാച്ച് അയച്ചു തരുന്ന ഒരു കിഡിൽ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും കൂടെ ഈ ഒരു വാച്ചിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ വളരെ നല്ല കാര്യമാണ് ഈ ഒരു പ്രൈസ് പോയിന്റ്.
പോയിന്റിൽ. ഓക്കെ, സോ നമ്മൾ ഏകദേശം വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ വീഡിയോ തുടങ്ങിയ സമയത്ത് ഒരു 3000 രൂപയുടെ താഴെയുള്ള പ്രൈസ് പോയിന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കണം ഒരു സ്മാർട്ട് വാച്ചിന് വേണ്ടതെന്ന് ആൻഡ് ഒരു വീഡിയോ കണ്ട ശേഷം ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ എന്ന് എൻ്റെ ഒരു സ്മാർട്ട് വാച്ച് റിവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് 2999 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഈ വക പരിപാടികളെല്ലാം കിട്ടുന്നത് റിയലി വാല്യൂ ഫോർ മണിയാണ്. പ്ലസ് യാതൊരു കോംപ്രമൈസും ഇതിൽ വരുത്തിയിട്ടുള്ള ബിൽഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സ്ട്രാപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആയിക്കോട്ടെ, ആ ഒരു സ്മൂത്ത്നെസ് ആയിക്കോട്ടെ, കോൾ നോട്ടിഫിക്കേഷൻസ് വരുന്ന ഈവൻ തിരിക്കാൻ പറ്റുന്ന ക്രൗൺ ആയിക്കോട്ടെ, ടോട്ടലി എനിക്ക് ആ ഒരു പ്രൈസ് പോയിന്റിൽ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത് ആക്ച്വലി ജൂൺ 16 ആമസോണിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ലോഞ്ച് ആകാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, പർച്ചേസ് ചെയ്യാം. അപ്പോൾ എത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൺ നോട്ടിഫിക്കേഷൻ ചെയ്യുക. സോ ബൈ.